13-ാമത്തെ അധ്യായം അത് സമാപനാധ്യായം എന്നാണ് പറയുക. അപ്പോൾ സംഗ്രഹാധ്യായം, സമാപനാധ്യായം എന്ന് സാധാരണഗതിയിൽ ഗ്രന്ഥങ്ങളിലൊന്നും പതിവില്ല. അത് ഭാഗവതത്തിൻ്റെ ഒരു പ്രത്യേകത, അടുക്കും ചിട്ടയോടും കൂടിയിട്ടാണ്. വക്താവ്, ശ്രോതാവ്, ലക്ഷ്യം അത് പറഞ്ഞതിൻ്റെ ശേഷം ഇതാണ് എന്നൊരു റിവിഷൻ, അതിന് ശേഷം ഇത് തന്നതായിട്ടുള്ള, ഇതിപ്പോൾ കേൾക്കാൻ നമുക്കൊരു ശരീരത്തെ തന്നു, കേട്ട ശരീരത്തെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവസരത്തെ തന്നു, അതിന് ഒരു ഗുരുവിനെ തന്നു. ഇങ്ങനെ അനവധി പ്രത്യേകതകളോട് കൂടിയിട്ടാണ് ഈ ഭാഗവതം സമാപിപ്പിച്ചത് എന്നതുകൊണ്ട് സമാപന അധ്യായം അതും കൂടി അതിൽ ചേർക്കപ്പെട്ടു. ഇതൊരു ദാന, ജ്ഞാനദാനം. എന്താണ് കേൾക്കേണ്ടത്, എന്താണ് കൊടുക്കേണ്ടത്, അതിൻ്റെ മഹത്വം എന്താ? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ മഹത്വവൽക്കരിക്കുന്നത് ആരെയാണ്? അത് ഭഗവാനെയാണ്. ആ ഭഗവാനാകുന്ന ഈ ഗുരുത്വത്തോടെയാണ്, ഭഗവത്വത്തോടെയാണ്. അതിൽ എന്തു വേണം? ഭക്തി വേണം. എങ്ങനെയാണ് ഭക്തി വേണ്ടത്? ഇടതടവില്ലാതെ കണ്ട്, അഹൈതുകി അവ്യവഹിത അജസ്രം, അങ്ങനെയുള്ള ഭക്തി വേണം. അപ്പോൾ അതിന് എളുപ്പ വഴി എന്താ? നാമം ജപിക്കാറാവുക. ഇത് ആരൊക്കെയാണ് സ്വീകരിക്കുന്നത്? ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരും കൂടി സ്വീകരിക്കുന്നു. വിഷ്ണു എന്നുള്ളത് ഗോപ്യം. ആ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചെറിയ അധ്യായമാണ്, പക്ഷേ ശ്ലോകങ്ങൾ വലുതാണ്. ശ്രീമദ് ഭാഗവത മഹാപുരാണം ദ്വാദശസ്കന്ധം 13-ാം അധ്യായം. സൂത ഉവാച. 1-ാം ശ്ലോകം. ഓം യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സ്തുന്വന്തി ദിവ്യൈ സ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമാം. സൂതൻ പറയാണ്, യം ബ്രഹ്മ, ബ്രഹ്മദേവൻ, ബ്രഹ്മാവ്, വരുണ ഇന്ദ്ര രുദ്ര മരുത. വരുണൻ, ഇന്ദ്രൻ, രുദ്രൻ, മരുത്തുകൾ. സ്തുന്വന്തി, സ്തുതിക്കുക. അവിടെ 4 ദേവന്മാർ എന്നല്ല കേട്ടോ, എല്ലാ ദേവന്മാരും എന്നർത്ഥമാണ്. ത്രിമൂർത്തികളും എല്ലാ ദേവന്മാരും എന്നർത്ഥമാണ്. ദിവ്യൈഹി, എത്രത്തോളം ദിവ്യത്വമുണ്ട് അത്രത്തോളം എന്നർത്ഥം. ദിവ്യത്വത്തോടു കൂടിയ. സ്തവൈഹി, പ്രാർത്ഥനകളെ കൊണ്ട്. വേദൈഹി, വേദാദികളെ കൊണ്ട്. സഹ, ആ ഭഗവാൻ. അംഗവൈഹി, അംഗ പദക്രമ. അംഗം എന്ന് വെച്ചാൽ ഓരോരോ അവയവം. ഇപ്പോൾ ഇവിടെ വേദത്തിൻ്റെ അവയവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദത്തിൻ്റെ ശാഖകൾ എന്ന് പറയാം. പദക്രമ, അതേപോലെ മന്ത്രങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ഋക്കുകൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ. പിന്നെ ഛന്ദസ്സുകൾ, ഛന്ദോബദ്ധമായിട്ട് സൂക്തങ്ങൾ, അഷ്ടകങ്ങൾ എന്നൊക്കെ പറയും. ഉപനിഷദൈഹി, അതേപോലെ തന്നെ ഉപനിഷത്തുകൾ. ഗായന്തി, പറയുന്നു, പാടുന്നു. യം, ആരെയാണോ? സാമഗാഹ, സാമവേദ ഗായകർ, അല്ലെങ്കിൽ സാമവേദത്തിൽ പറഞ്ഞത്. ധ്യാന, സമാധിയിൽ കാണുന്നത് ഈ യോഗികളൊക്കെ. അവസ്ഥിത, സ്ഥിതി ചെയ്യുന്നു. തത് ഗതേന, അദ്ദേഹത്തിന് മുന്നിൽ ഉറപ്പിച്ചതായിട്ടുള്ള മനസ്സാ, മനസ്സിൽ. പശ്യന്തി, ആര് കാണുന്നു? എല്ലാവരും കാണുന്നു. യം, ആരെ കാണുന്നു? ആരൊക്കെയാണ് കാണുന്നത്? യോഗിനഹ, യസ്യ, ആരുടെ. അന്തം, അന്ത്യം, ന വിദു, അറിയുന്നില്ല. മഹായോഗികൾക്ക് പോലും ഈ ഭഗവാന്റെ യഥാർത്ഥത്തിലുള്ള ആദി, മധ്യം, അന്ത്യം അറിയാൻ സാധിക്കില്ല. ആർക്കും അറിയാൻ സാധിക്കില്ല. സുര അസുര ഗണാഹ, എല്ലാവർക്കും എന്നുള്ള നിലയ്ക്കാണ് സുര അസുര ഗണ എന്ന് പറഞ്ഞത്. ടോട്ടൽ. ദേവായ തസ്മൈ നമ, അങ്ങനെയുള്ള ഭഗവാൻ മഹാ ഈശ്വരൻ, മഹേശ്വരൻ, അല്ലെങ്കിൽ ബ്രഹ്മം. ആ ബ്രഹ്മത്തെ നമിക്കുന്നു. അതാണ് ബ്രഹ്മാവിനല്ല, ബ്രഹ്മത്തെ നമിക്കുന്നു. ഏതൊരു വ്യക്തിത്വത്തെയാണോ ബ്രഹ്മാവും വരുണനും, വ്യക്തിത്വം എന്ന് വെച്ചാൽ ഇവിടെ സകലസ്വരൂപം എന്ന അർത്ഥത്തിലല്ല, അവിടെ ബ്രഹ്മഭാവം എന്ന അർത്ഥത്തിലാണ്. വരുണനും ഇന്ദ്രനും രുദ്രനും മരുത്തുക്കളും അതീന്ദ്രിയ മന്ത്രങ്ങളാൽ കീർത്തിച്ചുകൊണ്ടും കൂടാതെ ഉപനിഷത്ത് തൊട്ടുള്ള കാര്യങ്ങളെ കൊണ്ടും മറ്റ്
പുരാണങ്ങളെ തൊട്ടുള്ള കാര്യങ്ങളും അതേപോലെ ഓരോ വേദത്തിലായാലും അതിൻ്റെ ഛന്ദസ്സായാലും അതേപോലെ ശ്ലോകങ്ങളായാലും വേണ്ടില്ല, ഇനി ഓരോ കഥകളായാലും വേണ്ടില്ല, ഓരോ പ്രകരണം, അങ്ങനെ ഉപനിഷത്തെ തൊട്ടുള്ള ശാസ്ത്രങ്ങളെ തൊട്ടുള്ള വേദാംഗങ്ങൾ, വേദം പലതും ഉണ്ടല്ലോ, അതൊക്കെ 19 തരത്തിലുണ്ട്. ഈ ഭഗവാനെ പറ്റിയാണ് അതിലൊക്കെ പറയണത്. അപ്പോൾ അത് പാരായണം ചെയ്താൽ എന്താ ഉണ്ടാവുക? ആ ഭഗവാനെ പൂജിച്ചതിൻ്റെ ശേഷം സാമവേദത്തോട് കൂടിയിട്ട് ഈ സ്തുതിക്കുക തൊട്ട് തുടങ്ങിയാൽ സ്തുതിക്കുകയൊക്കെ ചെയ്താൽ എന്താണ്ടാവുക? അതൊക്കെ ഭഗവാൻകൽ ഒരു പ്രീതി വരും, ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. അങ്ങനെ ഭഗവാനെ മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇല്ല. എന്നാൽ ഈ ചൊല്ലുന്നയാൾക്ക് അതിലൊരു പൂർണ്ണത കിട്ടില്ലേ? അതാണ് ഭഗവാന്റെ ലീല. ഇപ്പോൾ നമ്മൾ ഭാഗവതം മുഴുവനെ വായിച്ചു എന്നേ പറയാറുള്ളൂ. ഞാൻ ഇപ്പോൾ ഈ ഭാഗവതത്തെ 13 തവണ വായിച്ചു. ഞാൻ ഈ ഭാഗവതത്തെ 7 തവണ യജ്ഞമായിട്ട് നടത്തി. ഞാൻ ഈ ഭാഗവതത്തെ 1000 തവണ വായിച്ചു. നമ്മളൊരു പൂർത്തീകരണം നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മളോട് ഇപ്പോൾ നമ്മൾ പഠിച്ചു, ഭാഗവതം മുഴുവനെ പഠിച്ചു. മുഴുവൻ പഠിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. പക്ഷേ ഭഗവാൻ അത് പറയാൻ പറ്റും. അപ്പോൾ ഭഗവാൻ പൂർണ്ണനും നമ്മൾ ഈ പൂർണ്ണത ഇല്ലാത്ത അപൂർണനുമാണ്. പൂർണ്ണതയും അപൂർണതയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ യോഗികൾക്ക് അവർ പൂർണ്ണരായിട്ടാണ് ഭഗവാനെ കാണുന്നത്. അവരിലുള്ള അപൂർണത മനസ്സിലാക്കിയത് കൊണ്ട് ഭഗവാനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് അവർ ഉറപ്പിച്ചു. എന്നിട്ടും ഭഗവാനെ പൂർണ്ണനായി കണക്കാക്കിക്കൊണ്ട് സ്തുതിക്കുന്നു, ഭജിക്കുന്നു. അങ്ങനെ ആരുടെ ഈ ഒരു മതിൽക്കെട്ടാണോ, അങ്ങനെ ഏതൊരു ദേവനാണോ അസുരനാണോ ആരായാലും വേണ്ടില്ല, അവർക്ക് ആർക്കും ഭഗവാന്റെ ഈ മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. ഭഗവാനെ ഇത്രയേ ഉള്ളൂ എന്ന് ഒരു മതിൽ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്താനും സാധിക്കില്ല. എന്നുവെച്ചാൽ ഭഗവാനെ മുഴുവനായിട്ട് കാണാൻ സാധിക്കില്ല. നമ്മുടെ ലഘുത്വവും ഭഗവാന്റെ മഹത്വവും കാണാൻ സാധിക്കണം. ആ ഭഗവാനെ ഞാൻ എൻ്റെ നമസ്കാരത്തെ അറിയിക്കണു. സൂതം പറയുകയാണ്. അപ്പോൾ ഭഗവത്വത്തെ നമുക്ക് അറിയാൻ സാധിക്കും. ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കുകയും ഇല്ല. അത്രയേ ഉള്ളൂ. നമ്മുടേതായിട്ടുള്ള ജീവിതം മുഴുവൻ നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കാം. പക്ഷേ ഭഗവാനെ മുഴുവൻ അറിയുക എന്നത് അസാധ്യം. എന്നിട്ട് വേണ്ടേ ഇത് സ്വന്തമാക്കാൻ? എൻ്റെ ഭഗവാനെ എന്ന് പറയാൻ പാടില്ല എന്ന് എല്ലാ ആചാര്യന്മാരും പറയും. ഞാനങ്ങനെയല്ല പറയാറ്. എൻ്റെ ഭഗവാനെ എന്ന് പറയൂ. കാരണം എൻ്റെയും എന്നുള്ള അർത്ഥത്തിലാണ് എൻ്റെ എന്നുള്ള വാക്ക് പ്രയോഗിക്കുക. എൻ്റെ സ്വന്തം, അങ്ങനെ ഒരു സ്വന്തം ഇല്ല. എൻ്റെ ഈ ശരീരം അത് സ്വന്തമാണോ? സ്വന്തമല്ല. എന്താ കാരണം? ഇത് കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കണേ. ഈ ജീവൻ പോലും ഞാൻ എൻ്റെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? ലയം കഴിഞ്ഞാൽ പിന്നെ ഞാനും ഇല്ല, എൻ്റെ ഇല്ല. അപ്പോൾ ഈ ഞാനും ഇല്ല, എൻ്റെ ഇല്ല, അങ്ങനെ ഒരാൾക്ക് ഈ എൻ്റെ ഭഗവാൻ എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. എന്താ കാരണം? ആ ഭഗവാൻ മാത്രമേ എൻ്റേതായിട്ട് ഉള്ളൂ. അതുകൊണ്ടാണ്. ബാക്കിയുള്ളതൊന്നും എൻ്റെ അല്ല. എനിക്ക് ചേരേണ്ടതായിട്ടുള്ള പ്രാപ്യസ്ഥാനം എന്ന നിലയ്ക്ക് എൻ്റെ ഭഗവാൻ, അതാണ്. അപ്പോൾ അവിടെ സങ്കുചിതത്വമല്ല വരുന്നത്, വിശാലത്വമാണ് വരുന്നത്. അതുകൊണ്ട് എൻ്റെ ഭഗവാൻ എന്ന് പറയാം. യം ബ്രഹ്മ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദേർഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. യം ബ്രഹ്മ വരുണ ഇന്ദ്ര രുദ്ര മരുത സ്തുന്വന്തി ദിവ്യൈഃ സ്തവൈഃ വേദൈഃ അംഗപദക്രമ ഉപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാന അവസ്ഥിത തത് ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ യസ്യ അന്തം ന വിദുഃ സുര അസുരഗണാഃ ദേവായ തസ്മൈ നമഃ.
ഇതിൻ്റെ അന്വയം നോക്കാം. ബ്രഹ്മ വരുണേന്ദ്രരുദ്രമരുതഃ. വരുണൻ, ഇന്ദ്രൻ, രുദ്രൻ, മരുത്തുക്കൾ ദിവ്യൈഹി സ്തവൈഹി ദിവ്യങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ കൊണ്ടും സ അംഗ പദക്രമ ഉപനിഷദൈഹി അംഗങ്ങൾ, പദങ്ങൾ, ക്രമങ്ങൾ, ഉപനിഷത്തുക്കൾ എന്നിവയോടുകൂടിയ വേദൈഹി വേദങ്ങളെ കൊണ്ടും യം സ്തുന്വന്തി ആരെയാണോ സ്തുതിക്കുന്നത്, സാമഗാഹ സാമവേദ ഗായകന്മാർ ഗായന്തി കീർത്തിക്കപ്പെടുന്നത്, ധ്യാന അവസ്ഥിത തദ്ഗതേന മനസ ധ്യാനത്താൽ സ്ഥിരീകൃതവും തൽഗതവുമാക്കപ്പെട്ടതായിട്ടുള്ള മനസ്സുകൊണ്ട്. എന്നുവെച്ചാൽ ഭഗവാനെ നമ്മൾ ധ്യാനിച്ചു, ഒരു രൂപം നമുക്ക് കിട്ടി, നമ്മുടെ മനസ്സ് ആ ഭഗവാന്റെ ആ രൂപത്തിൽ അങ്ങോട്ട് ഉറപ്പിച്ചു. അങ്ങനെയുള്ള യോഗിനഹ, ഈ യോഗികൾ യം പശ്യന്തി, യാതൊന്നാണോ ഇപ്പോൾ ഈ കണ്ടത്, അസുരഗണാഹ ദേവന്മാർ, അസുരന്മാർ തുടങ്ങിയ എല്ലാവരും യസ്യാന്തം ഭഗവാന്റെ ഇത്ര എന്നുള്ള ഒരു പരിധിയെ നവിതു അറിയുന്നില്ല. തസ്മൈ ദേവായ നമ, അങ്ങനെയുള്ള ആ ദേവനായിക്കൊണ്ട് നമസ്കാരം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദു സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. പൃഷ്ഠേ ഭ്രാമ്യതമന്ദമന്ദരഗിരി ഗ്രാവാഗ്രകണ്ഡോയനാന്നിദ്രാലോകമഠാകൃതേർഭഗവദശ്വാസാനിലാപാന്തുവ യൽ സംസ്കാരകലാനുവർത്തനവശാദ്വേലാനിഭേനാംഭസാം യാതായാതമതന്ത്രിതം ജലനിധേഃ നാദ്യാപി വിശ്രാമ്യതി. പൃഷ്ഠേ കൂർമ്മ ഭഗവാനായിട്ടുള്ള ആ കൂർമ്മരൂപിയുടെ പുറന്തോട്ടിൽ അവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയുക. മന്ദരപർവ്വതം പാലാഴി കടയണ സമയത്ത് ഇങ്ങനെ ചുറ്റിത്തിരിയുക. മന്ദരഗിരി ഗ്രാവാഗ്ര കണ്ടൂയനാഥ്. അപ്പം ഇങ്ങനെ ചുറ്റിത്തുരിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അമന്തമായിട്ടുള്ള, എന്നുവെച്ചാൽ കേമമായിട്ടുള്ള എന്ന് സാരം, അതാണ് അമന്തം. മന്ദം അമന്തം. മന്ദം എന്ന് വെച്ചാൽ ഒരു മന്ദബുദ്ധി എന്നൊക്കെ പറയില്ലേ. അമന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുള്ള. അപ്പോൾ ഇവിടെ മഹത്തായ എന്ന അർത്ഥം കൊടുത്തിരിക്കണം മന്ദരപർവ്വതത്തിൻ്റെ. അപ്പോൾ പർവ്വതങ്ങളിൽ ഏറ്റവും നല്ലതാണ് മന്ദരപർവ്വതം. ആ മന്ദരപർവ്വതത്തിൻ്റെ ശില അഗ്രഭാഗങ്ങളുടെ സ്പർശന സുഖത്താൽ, അപ്പോൾ പർവ്വതത്തിനെ ഒന്നിച്ചാണ് കൊണ്ടുവന്നിട്ടെടുക്കുക. അപ്പോൾ അതിൻ്റെ അടിയിൽ ആ പാറക്കല്ലുകളൊക്കെ ഉണ്ടാവും. അത് ഈ ആമയുടെ പുറന്തോട്ടിൽ ഇങ്ങനെ ഉരസുമ്പോൾ ആമയ്ക്ക് നല്ല സുഖമാണ്. ആ സമയത്ത് ഇങ്ങനെ തലോടി കൊടുക്കുന്ന പോലെയുള്ള സുഖം കിട്ടിയപ്പോൾ നിദ്രാലോഹോ, അപ്പോൾ ഉറക്കത്ത് പോണ്ടു അത്രേ. പാലാഴി കഴിയുന്ന സമയത്ത് മന്ദരപർവ്വതം ആ ആമയുടെ പുറന്തോട്ടിൽ ഇരുന്ന് ഇങ്ങനെ തിരിയുമ്പോൾ ചൊറിച്ചിലായിട്ടുണ്ടായിരുന്നു. അത് ചൊറിച്ചിൽ മാറ്റി കൊടുത്തപ്പോൾ ആമ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയെന്നാ. കമഠാകൃതേഹേ ഭഗവതഃ, ആമയുടേതായിട്ടുള്ള രൂപത്തെ സ്വീകരിച്ച ആ ഭഗവാന്റെ ശ്വാസാനിലാഹ ശ്വാസവായുക്കൾ വഹാപാന്തു നമ്മളെ നിങ്ങളെ എല്ലാവരെയും പാലിക്കട്ടെ. യത് സംസ്കാര കല അനുവർത്തനവശാത്, ഇങ്ങനെ ശൗനകാദി മഹർഷിമാരെ നിങ്ങളെ എല്ലാവരെയും ആ കൂർമ്മരൂപിയായിട്ടുള്ള ഭഗവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. യാതൊരു ഭഗവാന്റെ ഈ കൂർമ്മരൂപിയായിട്ടുള്ള ഭഗവാന്റെ ശ്വാസവായുക്കളുടെ വാസനാലേശ അവശേഷ നിമിത്തം, ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ ഉച്ഛ്വാസം പുറത്തേക്ക് വരുമ്പോൾ രണ്ടിന് രണ്ട് ഭാവ. പുറമേയുള്ള മുഴുവൻ സ്വീകരിക്കുന്നു, നമ്മൾ പുറമേ നിന്ന് നല്ലതിനെ സ്വീകരിക്കുന്നു, പുറമേക്ക് വിടുന്നത് ചീത്ത. ഭഗവാൻ പുറമേ നിന്നുള്ള ഈ ചീത്തയൊക്കെ വലിച്ചെടുക്കണു, നല്ലതിനെ മാത്രം പുറത്തു വിടുന്നു. വേലാനിഭേന, ഇങ്ങനെ ക്ഷോഭം എന്നതായിട്ടുള്ള ഒരു വ്യാജത്താൽ പുറമേക്ക് വിടുന്നത് എന്താ? ഉച്ഛ്വാസവായു. ആ ഉച്ഛ്വാസവായുവാകുന്ന ഈ അതിനെക്കുറിച്ചൊരു ശുണ്ഠി എടുത്തിട്ട് വിടുന്ന പോലെയല്ലേ വരിക. കാരണം ഭഗവാന്റെ ശ്വാസോച്ഛ്വാസം വളരെ വലുതാണ്. ഭഗവാൻ ശുണ്ഠി എടുത്തിട്ടല്ല, ചെറിയ ഒരു കുട്ടിയുടെ
അടുത്ത് കുട്ടി ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുകയാണ്. ഒരു 6 മാസം കഴിഞ്ഞു, 7 മാസം അല്ലെങ്കിൽ 8 മാസം. ആ സമയത്ത് കുട്ടി ശ്വാസം വലിക്കണു. ആ സമയത്ത് ചോണനുറുമ്പുണ്ട് വെച്ചാൽ ആ ചോണനുറുമ്പ് പറന്ന് പോണു. കുട്ടിക്ക് ആ ചോണനുറുമ്പിനോട് വല്ല ദേഷ്യമുണ്ടോ? ആ കാറ്റ് ചോണനുറുമ്പിനെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്ന കൂട്ടത്തിൽ ഈ ആമയുടെ ശ്വാസോച്ഛ്വാസം വേലാനിഭേന അത് ക്ഷോഭം എന്ന വ്യാജത്താൽ അതന്ത്രിതം ആലസ്യം കൂടാതെ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുക. ജലനിധേഹേ ഈ സമുദ്രത്തിൻ്റെ അംഭസാം യാതായാതം ആ തിരമാലകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. മർദ്ദങ്ങൾ മാറി മാറി വരുകൊണ്ട് പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള തിരമാലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അദ്യാപീന വിശ്രാമ്യതി ഇപ്പോഴും അത് വിശ്രമിക്കുന്നില്ല. കാരണം ആ ആമ ഇപ്പോഴും അവിടെ ഉണ്ട്. ഈ ആമ ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ആമയെ നമുക്കൊട്ട് കാണാനുമില്ല. ഇപ്പോൾ കാണുന്ന വെച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളുടെയും ദീപസ്തംഭത്തിൻ്റെ താഴെ ആമയെ കാണാം. പൂജാപാത്രങ്ങൾക്ക് ശംഖിൻ്റെ അടിയിൽ ഒരു ആമയുടെ കാല് കാണാം. അങ്ങനെ ആമയെ കാണാത്ത സ്ഥലങ്ങൾ കുറവാണ്. ബിംബത്തിൻ്റെ അടിയിൽ ആമ ഉണ്ടാവും എന്നാണ് പറയുക. അപ്പോൾ ആമ എല്ലാത്തിലും ഉണ്ട്. നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം, അദൃശ്യമായിട്ടിരിക്കുക. നമ്മിലുണ്ട് ആമ എന്നാണ് പറയണം. നമ്മുടെ ഇരിപ്പിടം ആമയാണ്. നമുക്ക് അത് ശാസ്ത്രീയമായിട്ട് സങ്കല്പത്തിലേ പറയാൻ പറ്റൂ, അല്ലാണ്ട് ദേഹത്തിലുണ്ടെന്ന് പറയാൻ പറ്റില്ല. താങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ആമയാണ്. എന്നാൽ കാലിൻ്റെ പുറവടി ആമയുടെ പുറന്തോട് പോലെയാണ് എന്ന് നമ്മിലും ആമയുണ്ട്. നമ്മുടെ നിലനിൽപ്പ് ആമയിലൂടെയാണ്. പരമ്പര വളരുന്നത് ഈ ആമസ്വരൂപിയായിട്ടുള്ള കൂർമ്മരൂപിയായിട്ടുള്ള ഭഗവാന്റെ ഭക്തനായിട്ടുള്ള അര്യമാവ് ഭജിച്ച് പൂജിച്ച് തൃപ്തിപ്പെടുത്തി സന്താനങ്ങളെ കൊടുക്കണേ എന്ന് പറയേണ്ടതെന്നാണ്. അപ്പോൾ സന്താനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, അനപത്യത ദുഃഖം അനുഭവിക്കുന്നവർ കൂർമ്മരൂപിയായിട്ടുള്ള ഭഗവാനെ, പിന്നെ അതേപോലെ പ്രേതങ്ങളെ ചുണ്ടിയെടുത്തിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ കൂർമ്മരൂപിയായിട്ടുള്ള ഈ ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടത്. അപ്പോൾ ഇതിനുള്ള ഫലം ഉണ്ടാവും. പൃഷ്ഠേ ഭ്രാമ്യത മന്ദമന്ദരഗിരി അമന്തരഗിരി ഭ്രാമ്യത് അമന്തമന്ദരഗിരി ഗ്രാവാഗ്രകണ്ഠോയനാത് നിദ്രാലോകമഠാകൃതേർഭഗവത ശ്വാസാനിലാപാന്തുവ യൽ സംസ്കാരകല അനുവർത്തനവശാത് വേലാനിഭേനാംഭസാം യാതായാതമതന്ത്രിതം ജലനിധേഹേ നാദ്യാപി വിശ്രാമ്യതി. ഇങ്ങനെ പാലാഴി കടയണ സമയത്ത് മറ്റ് പല അവസരങ്ങളിൽ ഭഗവാൻ പ്രദർശിപ്പിച്ചായിട്ടുള്ള മഹിമ അറിയാൻ ആർക്കും കഴിയുന്നതല്ല എന്ന് അവിടെ വ്യാഖ്യാതാവ് സൂചിപ്പിക്കുന്നു. ശ്രോതാക്കന്മാരെ സൂതൻ നല്ലോണം ആശീർവദിപ്പിക്കുന്നു. ശ്രോതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശൗനകാദി മഹർഷിമാരാണ്. സമുദ്രമഥന സമയത്തിൽ കടകോലായിട്ട് ഉപയോഗിച്ച ആ മന്ദരപർവ്വതം അത് താണുപോയപ്പോഴാണ് ഭഗവാൻ ആമയായിട്ട് വന്നത്. ആമയുടെ പുറന്തോട്ടിലാണ് ആ മന്ദരപർവ്വതത്തെ നിർത്തിയത്. എന്നിട്ടാണ് ഇങ്ങനെ കടഞ്ഞത്. അപ്പോൾ അതിങ്ങനെ തിരിയും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിയും. ദേവന്മാരും അസുരന്മാരും ആ വാസുകിയുടെ വാലും തലയും പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മന്ദരപർവ്വതം ഇങ്ങനെ ഉരസുമ്പോൾ അതിനൊരു സ്പർശന സുഖം തലോടാണോ എന്ന് തോന്നിയെന്നാ. അപ്പോൾ ഭഗവാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങുമ്പോൾ ശ്വാസത്തിന് വേഗം കൊടുക്കും. അത് പ്രത്യേക രീതിയിലാണ് അപ്പോൾ ശ്വാസം വലിക്കുക. അപ്പോൾ ശ്വാസം പുറമേക്ക് വരുമ്പോൾ അകത്തേക്ക് വലിക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട് വെള്ളത്തിന് അതിൻ്റേതായിട്ടുള്ള ചില ചലനങ്ങളുണ്ടാവും. ആ ചലനങ്ങൾ അത് സമുദ്രക്ഷോഭത്തിന് കാരണമായില്ലേ, അത് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് കാര്യമില്ല. അതങ്ങനെയാണ്. അത് ക്ഷോഭം എന്ന വ്യാജരൂപം മാത്രമേ ആവണുള്ളൂ. ആ ശക്തി ഇല്ലാച്ചാൽ ഈ ജലത്തിലും ഈ ജീവശ്വാസം ഉണ്ടാവില്ല. മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ അതിൽ ഓക്സിജൻ വേണ്ടേ? അത് ഭഗവാൻ കൊടുക്കുന്നതായിട്ടുള്ള ഈ ശ്വാസമാണ്. ഭഗവാൻ തിരിച്ച് കൊടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, അത് ഓക്സിജനാണ് എന്ന് സാരം. അപ്പോൾ ജലചലനം ഉണ്ടാക്കുന്നത് ഭഗവാനാണ്. ഈ ജീവികൾക്ക് ഇങ്ങനെ പ്രാണനെ കൊടുക്കുന്ന, പ്രാണോർജ്ജം കൊടുക്കുന്ന ഭഗവാനാണ്. ഭഗവാന്റെ ഇച്ഛ എന്താണ്, പ്രവൃത്തി എന്താണ്, പ്രവൃത്തി ചെയ്തതിൻ്റെ ഫലം എന്താണ്, ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ല. എങ്കിലും ആ മന്ദരപർവ്വതത്തെ ഉയർത്തിയതുപോലെ സംസാര സമുദ്രത്തിൽ നിന്ന് നമ്മളാകുന്ന ഈ നാരങ്ങളെ, ജീവജാലങ്ങളെ മുഴുവൻ ഉയർത്തണം.
നമ്മളെവിടെയാണ് മുങ്ങിക്കിടക്കണത്? ഈ മനസ്സ് കൊണ്ടുവന്നതായിട്ടുള്ള പാപവാസന, കർമ്മവാസന തുടങ്ങിയിട്ടുള്ള കാമബാക്കികളിലാണ്. ആ കാമബാക്കിയെ മുഴുവൻ ഭഗവാൻ എന്ത് ചെയ്യണം? അകത്തേക്ക് കൊടുക്കണം. ഭഗവാന്റെ ആമയുടെ അകത്തേക്കാണ് പോകണം. പുറത്തേക്ക് വരുന്നത് ഇനി ഇതൊക്കെ മറന്നുകൊണ്ടാണ്. നമ്മളെ മറപ്പിക്കുക. നമ്മൾ ആഗ്രഹം കൊണ്ട് അങ്ങോട്ട് വന്നതേ. ആ ആഗ്രഹത്തെ എന്ത് വേണം? അങ്ങനൊന്നും ഓർമ്മയേ ഉണ്ടാവരുത്. നല്ല കർമ്മം ഉണ്ടാവുള്ളൂ. അപ്പോൾ കർമ്മം ഇല്ലാണ്ടിയേക്കും. കർമ്മം ഇല്ലാണ്ടിയാക്കിയാലോ സംസാരം തീരും. അപ്പം ഇങ്ങനെ മനസ്സാകുന്ന ഈ പർവ്വതത്തെ, മന്ദിരപർവ്വതത്തെ, അതുകൊണ്ട് ഭഗവാനെ എത്രത്തോളം ഉപാസിക്കാൻ സാധിക്കുമോ അത്രത്തോളം ഭഗവാൻ എന്ത് ചെയ്യും? ഈ കടകോലായിട്ട് കണക്കാക്കി അതിനെയൊക്കെ തന്നെ തലോടാണ് എന്ന് കണക്കാക്കി അതിൽ കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മന്ത്രം ഇത് വേണ്ട, പണി വേണ്ട, പ്രവൃത്തി വേണ്ട. പ്രവൃത്തി വേണ്ടഞ്ഞാൽ ഫലം ഉണ്ടാവില്ല. ഫലം ഇല്ലാച്ചാലോ സംസാരം ഉണ്ടാവില്ല. അപ്പോൾ ഭഗവത് ഉപാസന കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം ഇതാണ്. നമ്മൾ നാമം ജപിക്കുമ്പോൾ അന്യൻ്റെ കുറ്റം പറയില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള തോന്നിയാസങ്ങളൊന്നും ചെയ്യില്ല. യജ്ഞമായിട്ട് ചെയ്യുമ്പോൾ തീരെയും പറ്റില്ല, നാമയജ്ഞം. അപ്പോൾ ഇതൊക്കെ ഈ പാലാഴി കടയിലാണ്. വേദം പഠിക്കുന്നു, പുരാണം പഠിക്കുന്നു, മന്ത്രങ്ങളെ ഉപാസന ചെയ്യണു, നാമം ജപിക്കണു. നമ്മൾ എന്തൊക്കെ പ്രവൃത്തി ചെയ്യണു ആ പ്രവൃത്തി മുഴുവൻ ഭഗവത് അർപ്പിതമായിട്ട് വരുന്നത് മുഴുവൻ ഭഗവാനെ എങ്ങനെയാണ് കണക്കാക്കുക? ഈ മന്ദരപർവ്വതം. ഞാനെന്ന ദേഹബോധത്തോടു കൂടിയിട്ട് ദേഹത്തെ കൊണ്ട്, ദേഹത്തിലുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിൻ്റെ പ്രേരണയ്ക്ക് അനുസരിച്ച് ചെയ്യുന്നത് മുഴുവൻ ഈ ആസുരഭാവവും മാനുഷഭാവവും, അതല്ലെങ്കിൽ ആസുരഭാവവും ദേവഭാവവും. അതുകൊണ്ട് പിടിച്ചു വലിക്കുന്ന സർപ്പമാകുന്ന കർമ്മത്തെ. സർപ്പമാകുന്ന ഈ കർമ്മം ഉണ്ടല്ലോ, അനന്തനായാലും വേണ്ടില്ല, വാസുകിയായാലും വേണ്ടില്ല. ദേവി ഭാഗവതം അനന്തം എന്നാണ് പറഞ്ഞ്, കൂടുതലുണ്ട്, അത്രയും കൂടുതലാണ്. ഭാഗവതം വാസുകി എന്നാണ് പറഞ്ഞ്, അത്രയും വിഷ, തമോ ഗുണമുണ്ടേ. അപ്പോൾ ഈ തമോ ഗുണമാകുന്ന നമ്മിലുള്ളതായിട്ടുള്ള ചീത്തകൾ രജോ ഗുണം കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ രജസും തമസും ഒഴിവാക്കാൻ ഈ കടയിൽ കൊണ്ട് സാധിക്കും. കാരണം ഭഗവാനെ തലോടുന്ന രീതിയിലാണ് ഈ ഉപാസന വരിക. അപ്പോൾ ആ ഉപാസന കൊണ്ട് എന്താ ഫലം ഉണ്ടാവുക? ഭഗവാൻ ഉറങ്ങുകയാണ് വേണ്ടത്. എങ്ങനെയാണ് ഉറങ്ങേണ്ടത്? ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സൂത്രത്തിൽ ഉറങ്ങുക അങ്ങനെയല്ല കേട്ടോ. ഭഗവാൻ നമ്മിലുള്ളതായിട്ടുള്ള ഈ കർമ്മവാസനയെ പോലും ഉറക്കും എന്നാണ്. പാലാഴി മന്ദിരത്തിന് ഭഗവാൻ 3 രൂപം സ്വീകരിച്ചു എന്നാണ്. സാത്വിക ഭാവം കൊണ്ട് വാൽഭാഗത്ത് ദേവന്മാരിൽ പ്രവേശിച്ചു. രജോ ഗുണം കൊണ്ട് ഈ അസുരന്മാരിൽ പ്രവേശിപ്പിച്ചു. തല പിടിച്ചതായിട്ടുള്ള അസുരന്മാരിൽ രജോ ഗുണം കൊണ്ട് പ്രവേശിച്ചു. തമോ ഗുണം കൊണ്ട് ആ വാസുകിയിലും പ്രവേശിച്ചു. 3 ഭാവത്തിൽ സത്വരജസ് തമോ ഗുണങ്ങൾ. അങ്ങനെ ഭഗവാൻ സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഈ കാളകൂട വിഷം ആദ്യമായിട്ട് പൊങ്ങിയത്. പിന്നീടാണ് അതിൻ്റെ സാത്വിക ഭാവങ്ങളിൽ ഓരോന്നോരോന്നായിട്ട് ഉപയുക്തങ്ങളായിട്ട് പൊന്തിയത്. ഒടുക്കമാണ് അമരത്വം എന്ന അമൃത് പൊന്തി വന്നത്. അമരത്വം അർഹതയുള്ളവർക്ക് മാത്രമേ കിട്ടുള്ളൂ. നമുക്കൊന്നും അമരത്വം കിട്ടില്ല. എന്താ കാരണം? നമ്മൾ ദേഹബോധം ഉള്ളവരാ. അസുരന്മാർ ദേഹമുള്ളതാണ്. അസുഷു രമന്തേ ഇതി അസുരന്മാരുടേതാണ് അസുരാഹ. അസുഷു രമന്തേ ഇതി അസുരാഹ. പ്രാണങ്ങളിലെ ഇന്ദ്രിയങ്ങളിൽ നമ്മുടെ മനസ്സായില്ല. അങ്ങനെയുള്ളവരൊക്കെ അസുരന്മാരാ. അസുരന്മാർക്ക് എന്തില്ല? മുക്തിയില്ല. അവർക്ക് എങ്ങനെ മുക്തിയില്ല? ഈ മോഹങ്ങളിൽ നിന്നുള്ള മുക്തിയില്ല. മോഹങ്ങളിൽ നിന്ന് മുക്തി വേണമെച്ചാൽ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ മനസ്സ്, അത് രണ്ടും ശമതമത്തോട് കൂടിയിട്ട് അടക്കാൻ കഴിയണം. പുതിയതിനെ ഒന്നും സ്വീകരിക്കാൻ വേണ്ടാത്തതായിട്ടുള്ള വൈരാഗ്യത്തോടു കൂടിയിട്ടുള്ള സന്യാസി ആവണം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരും. ആ ഭഗവാന്റെ ഈ അനുഗ്രഹത്തെ ഇപ്രകാരം നമുക്കും ലഭിക്കുമാറാകട്ടെ. അപ്പോൾ കർമ്മം ചെയ്യേണ്ടി വരില്ല, മുക്തി കിട്ടും. അതാണ് പൃഷ്ഠേ ഭ്രാമ്യതമന്ദമന്ദരഗിരി ഗ്രാവാഗ്രകണ്ഡൂയനാദ നിദ്രാലോശമഠാകൃതേ കമഠാകൃതേർഭഗവത
ശ്വാസാനിലാപാന്തുവ യൽ സംസ്കാരകലാനു അനുവർത്തനവശാത് വേലാനിഭേനാംഭസാം യാതായാതമതന്ത്രിതം ജലനിധേർനാദ്യാപി വിശ്രാമ്യതി. പൃഷ്ഠേ ഭ്രാമ്യത് അമന്ത മന്ദരഗിരി ഗ്രാവ അഗ്രേ കണ്ടൂയനാത് നിദ്രാലോഹോ കമഠ ആകൃതേഃ ഭഗവതഃ അനിലാഹ പാന്തു വഹ യത് സംസ്കാര അനുവർത്തനവശാത് വേലാ നിഭേന അംഭസാം യാത ആയതം അതന്ത്രിതം ജലനിധേഃ ന അദ്യ അപി വിശ്രാമ്യതി. പൃഷ്ഠേ ഭ്രാമ്യതമന്ദമന്ദരഗിരിഗ്രാവാഗ്രകണ്ഡൂയനാന്നിദ്രാലോകമഠാകൃതേർഭഗവതശ്വാസാനിലാപാന്തുവ യൽ സംസ്കാരകലാനുവർത്തനവശാൽ വേലാനിഭേനാംഭസാം യാതായാതമതന്ത്രിതം ജലനിധേർനാദ്യാപി വിശ്രാമ്യതി. ഇനി പുരാണ സംഖ്യകളെക്കുറിച്ച് പറയണു. പുരാണസംഖ്യാസംഭൂതിം അസ്യ വാച്യപ്രയോജനെ ദാനം ദാനസ്യ മാഹാത്മ്യം പാഠാദേവ നിബോധത. പുരാണങ്ങളുടെ സംഖ്യ എണ്ണത്തിൽ എന്ന് വെച്ചാൽ ഓരോ ശ്ലോകങ്ങളുടെ ഓരോ പുരാണത്തിൻ്റെയും ശ്ലോകസംഖ്യ ഗ്രന്ഥസംഖ്യ. സംഭൂതിം അത് അതിൻ്റെ ആകെത്തുക എത്രയാച്ചാൽ അത്. അസ്യ വാച്യ അതിൽ പ്രതിപാദിച്ചതായിട്ടുള്ള വിഷയം. പ്രയോജനെ അതിൻ്റെ ലക്ഷ്യം, പ്രയോജനം പ്രയോഗിച്ചാലുള്ള ലാഭം, അതാണ് ലക്ഷ്യം. ദാനം കൊടുക്കുന്ന സമ്പ്രദായം. ദാനത്തിൻ്റെ മാഹാത്മ്യം. പാഠ ആദേഹേ പഠിപ്പിക്കൽ, മറ്റ് നിബോധിത അതൊക്കെ കേട്ടോളൂ ഞാൻ പറഞ്ഞുതരാമെന്ന് പറയാണ്. ഓരോ പുരാണത്തിൻ്റെയും ശ്ലോകങ്ങളുടെ ആകെസംഖ്യ 4 ലക്ഷമൊക്കെയാണ് വരിക. 4,4 ലക്ഷം. 4 ലക്ഷം പുരാണം, ഈ 25,000 ഈ 4,25,000 4 ലക്ഷം ഈ പുരാണവും 25,000 മറ്റൊരു ജ്ഞാനവാസിഷ്ടം പോലെ എന്തോന്നാണ്, അല്ലെങ്കിൽ നാരദ പഞ്ചസൂത്രം 4 ലക്ഷം 4 ലക്ഷമാണ്, 25,000 ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഏതായാലും സംഖ്യ ഇപ്പോൾ ദയവായി കേൾക്കുക. പിന്നീട് ഈ ഭാഗവത പുരാണത്തിൻ്റെ മുഖ്യ വിഷയവും ലക്ഷ്യവും ഇത് ഒരു ദാനമായി നൽകുന്നതിൻ്റെ ശരിയായിട്ടുള്ള രീതിയും അത്തരം ദാനം നൽകുന്നതിൻ്റെ മഹിമകളും അവസാനമായിട്ട് ഈ സാഹിത്യം കീർത്തനം ചെയ്യുന്നതിൻ്റെയും ശ്രവണം ചെയ്യുന്നതിൻ്റെയും മഹത്വങ്ങളും പറഞ്ഞു തരാം. അതൊക്കെ കേട്ടോളൂ. പുരാണസംഖ്യാ സംഭൂതിം പുരാണങ്ങളുടെ സംഖ്യ, ആകെ ഗ്രന്ഥസംഖ്യ. അസ്യ വാച്യപ്രയോജനെ ഈ വിഷയപ്രയോജനങ്ങൾ ദാനം, അതേപോലെ ദാനസ്യ പാഠാദേഹേ ച മാഹാത്മ്യം ദാനത്തിൻ്റെ പാഠം തൊട്ടുള്ള അത് വായിക്കുക, പറയുക, മനനം ചെയ്യുക, ശ്രവണ മനന നിധിധ്യാസം അതുകൊണ്ടുള്ള മാഹാത്മ്യം. മേ നിബോധ എന്നിൽ നിന്ന് ഇതാ കേട്ടോളൂ. പുരാണസംഖ്യാസംഭൂതിം അസ്യ വാച്യപ്രയോജനെ ദാനം ദാനസ്യ മാഹാത്മ്യം പാഠാദേശ്ച നിബോധമേ. ബ്രാഹ്മം ദശസഹസ്രാണി പാത്മം പഞ്ചോനഷഷ്ടി ച ശ്രീവൈഷ്ണവം ത്രയോവിംശചതുർവിംശതി ശൈവകം ദശാഷ്ടൗ ശ്രീഭാഗവതം നാരദം പഞ്ചവിംശതി മാർക്കണ്ഡം നവവാഹ്നം ച ദശ പഞ്ച ചതുശതം ചതുർദശ ഭവിഷ്യം സ്യാത് തഥാ പഞ്ചശതാനി ച ദശാഷ്ടൗ ബ്രഹ്മവൈവർത്തം ലിംഗം ഏകാദശൈവതു ചതുർവിംശതി വാരാഹമേകാശീരിസഹസ്രകം സ്കാന്തം ശതം തഥാ ചൈകം വാമനം ദശ കീർത്തിതം കൗർമം സപ്തദശാഖ്യാതം മാർശം തത്തു ചതുർദശ ഏകോനവിംശൽ സൗവർണം ബ്രഹ്മാണ്ഡം ദ്വാദശൈവതു. ഏവം പുരാണസന്തോഹ ചതുർലക്ഷ ഉദാഹൃത തത്ര അഷ്ടാദശസഹസ്രം ശ്രീഭാഗവതമിഷ്യതേ. ബ്രാഹ്മം ബ്രഹ്മപുരാണം 10 സഹസ്രാണി ആയിരങ്ങൾ. ബ്രാഹ്മം 10 സഹസ്രാണി. ബ്രഹ്മപുരാണം 10,000 എന്നർത്ഥം ശ്ലോകങ്ങൾ. പത്മപുരാണം പഞ്ച ഊനഷഷ്ടിയാണ്. 60-ൽ 5 കുറവ്. ഊനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവ്. പഞ്ച ഊനഷഷ്ടി
ഷഷ്ടി എന്ന് പറഞ്ഞാൽ 60. അപ്പോൾ ഷഷ്ടി എന്ന് പറഞ്ഞാൽ 6 അത് 60. പഞ്ചഷഷ്ടി ഊനഷഷ്ടി 60 5 കുറവ്, അപ്പോൾ 55,000. ശ്രീ വൈഷ്ണവം വിഷ്ണുപുരാണം 23 23,000. ചതുർവിംശതി 24,000 ശൈവകം ശിവപുരാണം 24,000. ദശ അഷ്ടൗ 18 ശ്രീ ഭാഗവതം. ഇത് ദേവി ഭാഗവതവും ശ്രീമദ് ഭാഗവതവും 18,000. നാരദപുരാണം 25 25. മാർക്കണ്ഡേയ പുരാണം 9,000. വാഹ്നം അഗ്നിപുരാണം ച ദശ പഞ്ചചതുശതം 15,400. ചതുർദശ ഭവിഷ്യം 14,000 ഭവിഷ്യപുരാണം സ്യാദ്. അങ്ങനെ തന്നെയാണ്, ഓർപ്പിക്കണം. തഥാ അതേപോലെ 500 500 ശ്ലോകങ്ങൾ ച ദശ അഷ്ടൗ 18 ബ്രഹ്മവൈവർത്തം പുരാണം 500 18,500. പിന്നെ ലിംഗപുരാണം അത് 11 ഏവ 11,000 തു. അങ്ങനെ ആവട്ടെ. ചതുർവിംശതി 24,000. വാരാഹപുരാണം എന്നാണ് പറയുക. ശരിക്കും വരാഹപുരാണം എന്നല്ല പറയുക, വാരാഹപുരാണം എന്നാണ്. എന്തെങ്കിലും ആവട്ടെ, അത് കുഴപ്പമില്ല. വരാഹപുരാണം എത്രയാണ്? 24,000. ഏകാദശീതി സഹസ്രകം 81,000. അശീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80. ഏക അശീതി 81,000 സ്കന്ദപുരാണത്തിൽ 81,000. ശതം 81,100 ഉണ്ട്. 81,100 സ്കന്ദപുരാണം. പിന്നെ തഥാ അപ്രകാരത്തിൽ ച അങ്ങനെ തന്നെ ഏകം വാമനപുരാണം ദശ 10,000 കീർത്തിതം വർണ്ണിച്ചു. പിന്നെയോ കൂർമ്മപുരാണം സപ്തദശ 17 ആഖ്യാതം 17,000 എന്ന് പറയപ്പെടുന്നു. മത്സ്യപുരാണം അത് ചതുർദശ 14,000. ഏക ഊനവിംശത് 19,000 സൗവർണം. ഗരുഡപുരാണം അത് 19,000. ബ്രഹ്മാണ്ഡപുരാണം ദ്വാദശ 12,000 ഏവ. അങ്ങനെ ഏവം ഈ വിധത്തിൽ പുരാണ സന്തോഹ ആകെ 4,00,000 4,00,000 എന്നർത്ഥം. ഉദാഹൃത വിസ്തരിച്ചു. തത്ര 18,000 ഇങ്ങനെ 18,000 ശ്രീ ഭാഗവതം ഇഷ്യതേ പറയപ്പെടുന്നു. ഇങ്ങനെ 18,000 ഈ ഭാഗവതത്തിലുണ്ട്. ബ്രഹ്മപുരാണം 10,000, പത്മപുരാണം 55,000, വിഷ്ണുപുരാണം 23,000, ശിവപുരാണം 24,000, ഭാഗവതം 2 ഭാഗവതം 18,000, പിന്നെ നാരദപുരാണത്തിന് 25,000, മാർക്കണ്ഡേയ പുരാണത്തിന് 9,000, അഗ്നിപുരാണത്തിന് 15,400, ഭവിഷ്യപുരാണത്തിന് 14,500, ബ്രഹ്മവൈവർത്ത പുരാണത്തിന് 18,000, ലിംഗപുരാണത്തിന് 11,000, വരാഹപുരാണത്തിന് 24,000, സ്കാന്ദപുരാണത്തിന് 81,100, വാമനപുരാണത്തിന് 10,000, കൂർമ്മപുരാണത്തിന് 17,000, മത്സ്യപുരാണത്തിന് 14,000, ഗരുഡപുരാണത്തിന് 19,000, ബ്രഹ്മാണ്ഡപുരാണത്തിന് 12,000. ഇങ്ങനെ പുരാണങ്ങളിലെ മൊത്തം ശ്ലോകം 4,00,000. അതിൽ 18,000 ശ്രീമദ് ഭാഗവതത്തിന്. ബ്രാഹ്മം ദശസഹസ്രാണി പാത്മം പഞ്ചോനഷഷ്ടി ച ശ്രീ വൈഷ്ണവം 23 ശൈവകം ദശാഷ്ടൗ ശ്രീ ഭാഗവതം നാരദം 25 മാർക്കണ്ഡം നവവാഹ്നം ച ദശ പഞ്ചചതുശതം ചതുർദശ ഭവിഷ്യം സ്യാത് തഥാ 500 ച ദശാഷ്ടൗ ബ്രഹ്മവൈവർത്തം ലിംഗമേകാദശൈവതു 24 വാരാഹമേകാശീരിസഹസ്രകം സ്കാന്ദം 100 തഥാ ചൈകം വാമനം ദശകീർത്തിതം കൗർമ്മം 17 മാത്സ്യം തത്വ 14 ഏകോനവിംശൽ സൗവർണം ബ്രഹ്മാണ്ഡം 12 ഏവം പുരാണസന്തോഹ 4,00,000 ഉദാഹൃത തത്ര 18,000 ശ്രീഭാഗവതമിഷ്യതേ ഇതം ഭഗവതാ പൂർവം ബ്രഹ്മണാ നാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ കാരുണ്യാൽ സംപ്രകാശിതം. ഇതം പൂർവം ഇത് ആദ്യം നാഭിപങ്കജേ സ്ഥിതായ ഭഗവാന്റെ നാഭിയിലുണ്ടായ താമരയിൽ ഇരിക്കുന്നതായിട്ടുള്ള ഭവഭീതായ
സംസാരത്തെ ഭയപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ബ്രഹ്മണേ, ബ്രഹ്മാവിനായിക്കൊണ്ട്. ബ്രഹ്മാവ് ആ സമയത്ത് കാരണജലത്തിൽ ഈ താമരയിലിരിക്കുമ്പോൾ 4 പുറം നോക്കി പേടിച്ചിട്ട്. എന്നിട്ടാണ് താമരയുടെ തണ്ടിലൂടെ അടിയിൽ പോയത്. അപ്പോൾ കണ്ടില്ല. എന്നിട്ട് അവിടുന്ന് മുകളിലേക്ക് വന്നിട്ടാണ് 1000 കൊല്ലം തപസ് ചെയ്തത്. എന്നിട്ടാണ് വൈകുണ്ഠം കണ്ടത്. അങ്ങനെ ക്രമേണയായിട്ട് ഭഗവാനെ കണ്ടു. പിന്നെ 100 കൊല്ലം തപസ് ചെയ്തിട്ടാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കാനൊക്കെ തുടങ്ങിയത്, കഴിവൊക്കെ കിട്ടിയത്. അങ്ങനെ ഭവഭീതായ ബ്രഹ്മണേ, സംസാരത്തെ ഭയന്നതായിട്ടുള്ള ഈ ബ്രഹ്മാവിനായിക്കൊണ്ട് ഭഗവത, ആ ഭഗവാൻ കാരുണ്യാത് സംപ്രകാശിതം, വളരെയധികം കരുണയോട് കൂടിയിട്ട് പ്രകാശിപ്പിച്ചതായിട്ട് ചതുശ്ലോകി ഭാഗവതം എന്ന ഒറ്റ ശ്ലോകം, 4 ശ്ലോകം, 7 ശ്ലോകം, അഹമേവാസമേവാഗ്രേ നാന്യദ്യൽ സരസത്പരം പശ്ചാദഹം യഥേതച്ചായോ അവശിഷ്യേതസോസ്മ്യഹം എന്ന ആ ഒറ്റ ശ്ലോകം, അഹം ബ്രഹ്മ അസ്മി, സോഹമസ്മി, അസ്മി പോയി അഹം പോയി സഹ മാത്രമായി. ആ ഭഗവാൻ ഈ ബ്രഹ്മാവിനെ ഭവം എന്ന സംസാരത്തെ ഭയക്കേണ്ടാട്ടോ, അതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്ത് ഭഗവാനെ, ബ്രഹ്മാവിനെ ഭയത്തിൽ നിന്നും മുക്തനാക്കി. ആ ഭഗവാന് നമസ്കാരം. ഇതം ഭഗവതാ പൂർവം ബ്രഹ്മണേ നാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ കാരുണ്യാൽ സംപ്രകാശിതം. അങ്ങനെയാണ് ഈ ഭാഗവതം ഉണ്ടായത്. അത് ബ്രഹ്മാവ് 100 കോടി ഗ്രന്ഥങ്ങളായിട്ട് വിപുലീകരിച്ചു. അതാണ് പിന്നെ 10 കോടിയായതും 1 കോടിയായതും 4 ലക്ഷമായതും അതിൽ 18,000 ആയതും. ആദിമധ്യാവസാനേഷു വൈരാഗ്യാഖ്യാന സംയുതം ഹരിലീലാ കഥാവ്രാത അമൃതാനന്ദിത സൽസുരം. ഇനി ആദിമധ്യ അവസാനേഷു വൈരാഗ്യ ആഖ്യാന സംയുതം ഹരിലീല കഥാവ്രാത അമൃത ആനന്ദിത സദസുരം. ആദിമധ്യ അവസാനേഷു വൈരാഗ്യ ആഖ്യാന സംയുതം ഹരിലീല കഥാവ്രാത അമൃത ആനന്ദിത സൽസുരം. ആദിമധ്യാവസാനേഷു വൈരാഗ്യാഖ്യാന സംയുതം ഹരിലീലാ കഥാവ്രാത അമൃത ആനന്ദിത സൽസുരം. ആദിമധ്യാവസാനേഷു, ആദിമധ്യം അവസാനം, അതിൽ വൈരാഗ്യാഖ്യാന സംയുതം, വൈരാഗ്യം ആഖ്യാനം, വൈരാഗ്യം എന്ന് പറയപ്പെട്ടതായിട്ടുള്ള, അത് കൂട്ടിച്ചേർത്തായിട്ടുള്ള സംയുതം, വൈരാഗ്യത്തെ ജനിപ്പിക്കുന്നതായിട്ടുള്ള കഥകളോട് കൂടിയ ഹരിലീല കഥ വ്രാത അമൃത ആനന്ദിത സൽസുരം. ഹരിലീല, ഹരിയുടെ ലീലകൾ അത് കഥകളാക്കി, കഥയുടെ സമൂഹമാക്കി, കൂട്ടം, ഹരിലീല കഥ സമൂഹങ്ങളാക്കി. അത് അമൃതാണ്. ആ അമൃത് കൊണ്ട് ആനന്ദം ലഭിക്കും. അങ്ങനെ അത് കേട്ട് ആനന്ദിപ്പിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സജ്ജനങ്ങളോടുകൂടെ, ഭക്തരോടുകൂടെ, സുരന്മാരോടും കൂടിയതാകുന്നു, ദേവന്മാരോടും കൂടിയതാകുന്നു. സത് സുരം, സജ്ജനങ്ങളും ദേവന്മാരും, സുരന്മാർ ദേവന്മാർ. എങ്ങനെ? ആനന്ദിത സൽസുരം ആണ്. നമ്മളൊക്കെ സ്വതേ സച്ചിദാനന്ദം അനുഭവിക്കുന്നതായിട്ടുള്ള ദേവന്മാരാണ്. നമുക്കതിൻ്റെ കാര്യമൊന്നും മനസ്സിലായിട്ടല്ല, പക്ഷേ ഇതെന്തോ ആണ്, ഇത് അതാണ്. ഇങ്ങനെ ഒരു ഭാവത്തിലാണ് നമ്മൾ ഇതിനെ എടുക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. അതും ഇതിൻ്റെ ഒരു അനുഭവജ്ഞാനമാണ്. അത് എപ്പോഴാണ് പൂർണ്ണമാവുക അത് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ഭഗവാൻ നിശ്ചയിക്കും ഇത് എപ്പോഴാണ് പൂർണ്ണമാക്കേണ്ടതെന്ന്. അപ്പോഴേ കിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ആദിമധ്യ അവസാനേഷു വൈരാഗ്യാഖ്യാന സംയുതം ഹരിലീലാ കഥാവ്രാത അമൃത ആനന്ദിത സൽസുരം. സർവവേദാന്തസാരം യൽ ബ്രഹ്മാത്മൈകത്വലക്ഷണം വസ്തു അദ്വിതീയം തന്നിഷ്ടം കൈവല്യൈക പ്രയോജനം. സർവവേദാന്തസാരം, എല്ലാ വേദങ്ങളുടെയും സാരം. യത് ബ്രഹ്മ, ഏത്? ആത്യന്തിക സത്യം ബ്രഹ്മം. ആത്മ ഏകത്വ, ജീവാത്മാവിനോടുള്ള അഭിന്നത. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷണം, വസ്തു, യാഥാർത്ഥ്യം. അദ്വിതീയം,
രണ്ടെന്നില്ലാത്തൊരവസ്ഥ. തത് നിഷ്ഠം, അതിൽ ഊന്നി നിൽക്കുക. കൈവല്യം, മോക്ഷത്തിന് കാരണമാവുക. അതും ഭക്തിയോട് കൂടിയിട്ട്. ഏക പ്രയോജനം, ഒരേ ഒരു ലക്ഷ്യം എന്താണ്? മുക്തിയാണ് എന്ന് സാരം. അപ്പോൾ ഭാഗവതം തുടക്കം മുതൽ അവസാനം വരെ ഈ ഭൗതിക ജീവിതത്തിൻ്റെ നമ്മളിവിടെ എന്തൊക്കെയാണോ അനുഭവിക്കുന്നത്, ദേഹം ഉൾപ്പെടെയുള്ള ഓരോന്നും, ദേഹം ഇന്ദ്രിയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കുക. അപ്പോൾ പിന്നെ അതുകൊണ്ട് സ്വീകരിക്കുന്നതിനൊക്കെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വർണ്ണനകളാണ് അവതാരാദി കഥകൾ പോലെ ചേർത്തതായിട്ടുള്ള ഈ ഭാഗവതം. അപ്പോൾ അത് തരുന്നതായിട്ടുള്ള ഈ ആനന്ദം നമ്മളും ദേവന്മാരും എല്ലാവരും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ ഭഗവാൻ ഹരിയുടെ ഈ അതീന്ദ്രിയമായിട്ടുള്ള, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ പറ്റാത്തതായിട്ടുള്ള ലീലാരഹസ്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് സച്ചിദാനന്ദ അമൃത അത് കുടിക്കാൻ സാധിക്കും. അത് നിറഞ്ഞതാണ് ഈ ഭാഗവതം. ഇതിൽ വേദമുണ്ട്, വേദാന്തമുണ്ട്, തത്വമുണ്ട്, ശാസ്ത്രമുണ്ട്, ഉപനിഷത്തുണ്ട്, സകലത്തിൻ്റെയും സർവസാരം. കാരണം അതിൻ്റെ ഭാഗവതത്തിൻ്റെ ഈ വിഷയം അത് ഭഗവാൻ ജീവാത്മാവിനെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 എന്നുള്ള ബോധത്തിൽ നിന്നും 1 എന്നുള്ള ബോധത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സ്വയമേവ വിരചിച്ചതാണ്. അതിൽ ലീലകൾ ആടിയതാണ്. അത് സത്യമാണ്. ഈ പരമസത്യത്തിലേക്ക് എത്താനുള്ള ഏണിപ്പടി, അനന്യമായിട്ടുള്ളൊരു ഭക്തി ഇതുകൊണ്ട് നമുക്ക് കിട്ടും. സകലസ്വരൂപം ചെയ്തതായിട്ടുള്ള ഓരോന്നും അനുഭവിക്കുക, പറയുക, കേൾക്കുക, പഠിക്കുക. അപ്പോൾ അതിനെ നമ്മൾ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഭഗവാങ്കൽ ചേരുക എന്ന ആ മുക്തി ലക്ഷ്യമാക്കാൻ സാധിക്കും. അത്രയും പ്രാധാന്യമുണ്ട് ഭാഗവതത്തിന്. ആദിമധ്യാവസാനേഷു വൈരാഗ്യാഖ്യാന സംയുതം ഹരിലീലാ കഥാവ്രാത അമൃത ആനന്ദിത സൽസുരം സർവവേദാന്തസാരം യത് ബ്രഹ്മാത്മൈകത്വലക്ഷണം വസ്തു അദ്വിതീയം തന്നിഷ്ടം കൈവല്യൈക പ്രയോജനം. ബ്രഹ്മാത്മ ഏകത്വ ലക്ഷണമാണ്. ബ്രഹ്മവും ആത്മാവും ഏകമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ലക്ഷണമാണ് ഭാഗവതത്തിന്. സർവവേദാന്ത സാരം, എല്ലാ വേദങ്ങളുടെയും സാരമുണ്ട്. അദ്വിതീയം വസ്തു യത്, 2 എന്നുള്ളത് ഇല്ലാത്തൊരവസ്ഥ. 2 ഉണ്ടായാലല്ലേ സാമ്യം വേണ്ടൂ. 2 ഒന്നാണെന്നായാലോ? അങ്ങനെ തന്നിഷ്ടം, അതാകുന്നതായിട്ടുള്ള വിഷയത്തോടു കൂടി കൈവല്യ ഏകപ്രയോജനം, മുക്തിയാകുന്ന ഭക്തിയോട് കൂടിയിട്ട് മുക്തിയിലേക്ക് എത്തുന്നതായിട്ടുള്ള ആ ലക്ഷ്യത്തെ, മുഖ്യപ്രയോജനത്തെ തരുന്നതാണ് ഈ ഭാഗവതം. സർവവേദാന്തസാരം യത് ബ്രഹ്മാത്മൈകത്വലക്ഷണം വസ്തു അദ്വിതീയം തന്നിഷ്ടം കൈവല്യൈക പ്രയോജനം. പ്രൗഷ്ഠപദ്യം. ഇനി അതിൻ്റെ മറ്റ് ഉപയോഗങ്ങൾ പറയാം.